ഗൈസ് 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ചില റൂമറാണ്. അതായത് ISL നിർത്താൻ പോകുന്നു എന്നുള്ള നിലയ്ക്ക്. അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ FSDLും ISL അല്ലെങ്കിൽ AFF ഒക്കെ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ അറിയാമല്ലോ. അതൊരു 15 വർഷത്തേക്കായിരുന്നു. 2010-ലായിരുന്നു അത് ഒപ്പുവെച്ചിരുന്നത്. അത് 2025-ൽ അവസാനിക്കും. ലീഗ് 2014-ലാണ് തുടങ്ങുന്നത്. അപ്പം ഈ 2025-ൽ ലീഗ് കൂടി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ലീഗ്, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് നിർത്തിയേക്കാം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് വാർത്തകൾ വരുന്നത്. FSDL ഇനി എന്താണെങ്കിലും ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തണം, അത് അവർ ചെയ്യില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചില ബംഗാളി മീഡിയാസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലുള്ള ചില ആളുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഏതായാലും സോഫാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇതുവരെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സൈറ്റ്സിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാണെങ്കിലും ഇപ്പം FSDL ആണെങ്കിലും ISL ക്ലബ്ബുകളൊക്കെ ആണെങ്കിലും നഷ്ടത്തിലാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. ഇപ്പോഴും ഈ ISL ഒരു നഷ്ടത്തിൽ പൊക്കോണ്ടിരിക്കുന്നു. 10 വർഷം കഴിഞ്ഞിട്ടും ക്ലബ്ബുകൾ നഷ്ടം നേരിടുന്നു, ലീഗ് വരെ നഷ്ടം നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയത്തിലേക്ക് നമുക്ക് സംസാരിക്കാം. ഇത് നിർത്തുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് അത് റിലയബിൾ സൈറ്റ്സിൽ നിന്നൊക്കെ വരുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇത് നിർത്താനുള്ള സാധ്യതകൾ ഇല്ല എന്ന്, അല്ലെങ്കിൽ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം റിലയൻസ് പോലെയുള്ളൊരു ഗ്രൂപ്പാണ്, നമുക്കറിയാമല്ലോ. അവരങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നിർത്തിയിട്ട് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇൻ കേസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നഷ്ടം, അല്ലെങ്കിൽ പിന്നെ ആര് വരും? കാരണം ഏറ്റവും വലിയ ഗ്രൂപ്പാണ് ഇന്ത്യയിലെ റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുമെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇപ്പോഴും ISL ക്ലബ്ബ് FSDL ഒക്കെ നഷ്ടത്തിൽ പോകുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 2014-ലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗ് വരുന്നത്. ആദ്യം ഒരു ഷോർട്ട് ടേം എന്ന ഒരു രീതിയിലാണ് വന്നത്, 2 മാസമൊക്കെ മാത്രമുള്ള ഒരു ലീഗായിട്ട്. ഞാൻ പറയും, ഇപ്പം മാർക്കറ്റിംഗ് സൈഡിലൊക്കെ അവർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്കൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ എത്തിക്കാൻ, ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു വലിയൊരു ബൂം എന്ന നിലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് വന്നത് നമുക്ക് മലയാളികൾക്ക് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഉണ്ടായി, അതിന് അത്രയും വലിയൊരു പോപ്പുലാരിറ്റി കിട്ടി. ഏഷ്യൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ക്ലബ്ബ് എന്ന നിലയിലേക്ക് വരാൻ സാധിച്ചു. ആ ഒരു പോപ്പുലാരിറ്റിയുടെ ബേസിൽ തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം IPL ഫ്രാഞ്ചൈസികളോടൊക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാറുണ്ട്. ഏഷ്യയിലെ തന്നെ ടോപ്പ് ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു 2-3 ക്ലബ്ബുകളിൽ ഒന്നാകാൻ കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഉറങ്ങിക്കിടന്നിരുന്ന കേരളത്തിലെ ഒരു ഫുട്ബോളിനെ കൂടുതൽ ഉണർത്താൻ, ഒരു പ്രൊഫഷണൽ രീതിയിൽ പ്രൊഫഷണൽ ക്ലബ് ലെവലിൽ ഉയർത്താനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ മറ്റ് സൈഡിലേക്കൊക്കെ വരാം. ഇപ്പോൾ മോഹൻ ബഗാനും ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരു ആരാധകരൊക്കെ വന്നിട്ടുണ്ട്, ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. കാരണം അവർ ATK എന്ന് പറയുന്നൊരു ലേബിലൊക്കെ പോയതുകൊണ്ട് തന്നെ അത് അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി സൈഡ്സിലേക്കൊക്കെ ഞാൻ നോക്കുമ്പോഴത്തെ സമയത്ത് ഇപ്പം FC ഗോവയാണെങ്കിലും അല്ലെങ്കിൽ ബംഗളൂരു FC ആണെങ്കിലും ചെന്നൈയിൻ FC ആണെങ്കിലും തുടങ്ങി നോർത്ത് ഈസ്റ്റോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മൊത്തത്തിലൊരു ഡൗൺഫാൾ അല്ലേ സംഭവിച്ചിട്ടുള്ളത്. അതായത് ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ബൂം, അല്ലെങ്കിൽ മുംബൈ സിറ്റി FC ഉൾപ്പെടെ നമുക്ക് പറയാം, അത്രയും ആ ഒരു ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ആരാധക പിന്തുണ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലാരിറ്റി എന്ന കാര്യത്തിൽ അവർക്കൊരു ഉയർച്ചയാണോ ഉണ്ടായത്, അതൊരു താഴ്ചയാണോ ഉണ്ടായെന്നുള്ളത് ഇപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ISLൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പം പ്രധാനമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ വെക്കുന്ന ചില ഒരു ലെസണാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ISLൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ അങ്ങനെ ആ ഒരു മൊത്തത്തിലൊരു ഇന്ത്യയിൽ മൊത്തത്തിലൊരു വൈഡായിട്ട് അങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബൂം എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് അത് കുറഞ്ഞു വരുന്നത് അത്ര നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ലൈഫിൽ എന്ത് കാര്യങ്ങളും ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻസോ നമ്മുടെ കരിയർ ബേസ് ചെയ്ത് എന്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഗ്രാഫ് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ അതിങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിൽ എന്ത് അർത്ഥമാണുള്ളത്? അപ്പോൾ ആദ്യം നമുക്കറിയാം, ഒരു 2 months ലീഗ് എന്ന നിലയിലാണ് വന്നത്. അന്ന് റിട്ടയർഡ് ആയിട്ടുള്ളതും അല്ലാതെ അങ്ങനെ ലെജൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നു. ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IPL ഫോമാറ്റിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിച്ചത്. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വേ അല്ല ഒരു ഫുട്ബോളിംഗ് ലീഗ് സൈഡിലേക്ക് നോക്കുമ്പോൾ. അത് പിന്നീട് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. 2017-ലേക്ക് വരുന്ന സമയത്ത് അതൊരു ലോങ് സീസൺ എന്ന നിലയിൽ അതിൻ്റെ ഒരു കാലയളവ് കൂട്ടുക എന്നുള്ള ലെവലിലേക്കൊക്കെ മാറ്റാൻ തീരുമാനിക്കുന്നത്. പിന്നീട് ആണ് ഇപ്പം നമുക്കറിയാം ATK പോലെയുള്ളൊരു ക്ലബ്ബ് സക്സസ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്. അവർ ഈ പറഞ്ഞ പോലെ മെർജിങ്ങിൻ്റെ ഒക്കെ പേരിൽ ഡിസപ്പിയർ ആകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ലോകത്തിലെ ഏതൊരു ഫുട്ബോൾ ലീഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രോപ്പർ വേയിൽ തന്നെ അതിൻ്റെ ഒരു പദ്ധതികൾ നടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നി. ഇത് പറഞ്ഞതുപോലെ ഒരു ക്രിക്കറ്റിനെ അതിനെ
അനുകരിക്കുന്ന തരത്തിലുള്ളൊരു ലീഗ് എന്ന നിലയിൽ വന്നുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളും ആ ഒരു ലീഗ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. സോ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പയ്യെ ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു, അതൊക്കെ റെക്ടിഫൈ ചെയ്ത് വന്നു. 10 വർഷം അവിടെ കടന്നുപോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പാത്ത് വേയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയുന്ന ഒരാളെ ഹയർ ചെയ്തിരുന്നു. ഇപ്പം ഇതിൻ്റെ ഒരു പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം FSDL ആണെങ്കിൽ കൂടി ആദ്യമായിട്ടായിരിക്കും ആ ഒരു ഫുട്ബോൾ ലെവലിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇപ്പം ടോം ബയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ എക്സ്പേർട്ട് ഉണ്ട്. അദ്ദേഹം സ്പോർട്ടിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ യൂത്ത് സൈഡിലൊക്കെ ലോകത്തിലൊക്കെ പലയിടത്തും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു USA കാരനാണ്. പക്ഷേ ജപ്പാനിലാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ജപ്പാൻ ഫുട്ബോളിൻ്റെ ഒരു തലവര മാറ്റിയിട്ടുള്ള ഒരാൾ, ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. സോ അദ്ദേഹം ആദ്യം ഇന്ത്യയിൽ ISLൻ്റെ തുടക്കകാലത്ത് വന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അത് അദ്ദേഹം തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടൊരു കാര്യമാണ്. പക്ഷേ FSDLൻ്റെ തലപ്പത്തുള്ള ആളുകളെ ഒന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു മാച്ച് കണ്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചൊരു കാര്യം. ഞാൻ ആഗ്രഹിക്കുകയാണ്, കാരണം ഞാൻ ടോം ബയറുടെ പോഡ്കാസ്റ്റുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിലേക്കുള്ള ഒരു വിഷൻ എത്രത്തോളമാണ് എന്നൊക്കെയുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഈ ഒരു ലീഗൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. അതിൻ്റെ ഒരു ഗതി തന്നെ വേറൊരു തരത്തിലേക്കായിരിക്കും അദ്ദേഹം കൊണ്ടുപോവുക എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതാണ് അങ്ങനത്തെ ഒരാളായിരുന്നു ഇതിൻ്റെ ഒരു തലപ്പത്ത് നിയന്ത്രിക്കുക. കാരണം ഫുട്ബോളിനെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഫുട്ബോൾ ഒരു ഡെവലപ്മെൻറ്റ് ഒരു രാജ്യത്ത് നടത്തി അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പാത്ത് കുറച്ചും കൂടി ഈസി ആയനെ, അതുപോലെ ഒരു സ്മൂത്ത് ആയനെ എന്നുള്ളതാണ്. ഇപ്പോൾ ISLൻ്റെ തുടങ്ങിയ സമയം തൊട്ടേ പല പ്രശ്നങ്ങളുള്ളതാണ്. ഇപ്പം കൊൽക്കത്ത ക്ലബ്സ് അല്ലെങ്കിൽ ഗോവൻ ക്ലബ്സ് ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്, ഇവരെ ആ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലബ്ബുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. കാരണം അത് ശരിയാണെന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ് പിന്നീട് ATK ഒരു നിർത്തിപ്പോകേണ്ട അല്ലെങ്കിൽ അവരില്ലാണ്ടായതിൻ്റെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ ആദ്യമേ അതുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആ ഒരു വർഷങ്ങൾ വേസ്റ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എക്സിസ്റ്റ് ആകുന്ന ക്ലബ്ബുകളോടൊപ്പം പുതിയ വേണ്ട രീതി സ്ഥലങ്ങളിൽ ക്ലബ്ബുകളൊക്കെ ചെയ്ത് പിന്നെ ഒരു സെക്കൻഡ് ഡിവിഷൻ ഉണ്ടായി, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവന്ന ആ ഒരു പാത്തിലായിരുന്നു പോയതെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ ഇപ്പം പല ഡിസിഷൻ എടുക്കാൻ വർഷങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു വന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പം ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ ഈ മാക്യു പ്ലേയേഴ്സ് അല്ലെങ്കിൽ വിരമിച്ച പ്ലേയേഴ്സിന് പോലും നമ്മൾ ഒരുപാട് എമൗണ്ട് കൊടുത്ത് പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏത് തരത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ക്ലബ്ബുകളെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് കുറേ നയിച്ചിട്ടുള്ളത് എന്നുള്ളതും പറയേണ്ടി വരുന്നു. അപ്പം ക്ലബ്ബുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ FSDL ബാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. സോ അങ്ങനെ അവർക്കും ലോസ് ഉണ്ടാകും, ക്ലബിനും ലോസ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിയാം. അതൊക്കെ റെക്ടിഫൈ ചെയ്യണം. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ഇനി അടുത്ത 10 വർഷങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ തെറ്റുകളൊന്നും ആവർത്തിക്കാണ്ട് ഇനി കൃത്യമായിട്ടുള്ളൊരു രീതിയിലൊരു അടുത്തൊരു 10-20 വർഷം എങ്ങനെ പോകണം എന്നുള്ള ഒരു ഐഡിയ, അതിനീ പറഞ്ഞതുപോലെ ടോം ബയറെ പോലുള്ള ആളുകളൊക്കെ ഹയർ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു പാത്ത് വേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മെച്ചമുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ISL വരുന്നൊരു സമയത്തൊക്കെ അന്ന് വന്നൊരു വാർത്തയാണ് ഈ ഓരോ ഫ്രാഞ്ചൈസികളും 1 കോടി മറ്റോ യൂത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. ഈ 1 കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് യൂത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടാണ്. പക്ഷേ അത് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള തരത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുന്ന് ഈ 10 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു എലൈറ്റ് ലെവലിൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന ടാലൻസിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ബിഗ് ക്വസ്റ്റ്യൻ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ നേഷനാണ്. സോ അവിടെ ആദ്യ തലത്തിലൊക്കെ വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഇതുപോലെ യൂത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടുവന്ന് അതാണ് ആ ഒരു പ്രോപ്പർ വേ എന്താ പറയുക ഇന്ത്യൻ ഫുട്ബോളിനെ നയിക്കാൻ എന്നുള്ള തലത്തിൽ പറയുമ്പോഴത്തേക്കും വേണ്ടത്. ഇപ്പം RFDL അതായത് റിലയൻസ് ഡെവലപ്മെൻറ്റൽ ലീഗൊക്കെ ഉണ്ടല്ലോ, അതൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയായിരുന്നു. ഇപ്പോൾ Under-21 ലീഗൊക്കെ കളിച്ച് ഒരുപാട് മത്സരങ്ങൾ ആ യൂത്ത് പ്ലേയേഴ്സിനെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കളിച്ചിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സിന് പിന്നീട് ഈ പറഞ്ഞ സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻസ് പല ടീമുകളും കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഒരു ഐഡിയൽ വേണം. കാരണം അവർക്ക് ഒരു ഗെയിം ടൈം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അവർക്ക് ആ ഒരു ലൈം ലൈറ്റിൽ വരാൻ സാധിക്കുന്നുണ്ട്. അപ്പം പ്ലേയേഴ്സിനെ അവിടുന്ന് സീനിയർ ഇതിലേക്ക് അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പം സീനിയർ പ്ലേയേഴ്സും ജൂനിയർ പ്ലേയേഴ്സും കൂടി ഒരു മിക്സ് ചെയ്യുന്ന രീതിയിൽ കളിക്കാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഡെവലപ്പിംഗ് ഒരു ഫുട്ബോൾ നേഷന് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് എന്നുള്ളതാണ്. അല്ലാണ്ട് പറഞ്ഞതുപോലെ ഇപ്പോൾ നാഷണൽ ടീം കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്, എല്ലാവരെയും അങ്ങനെ വാങ്ങി ആ ഒരു എന്താ പറയുക ഇത് ക്ലബ്ബുകൾ സക്സസ് കണ്ടെത്തി പോകും, അല്ലെങ്കിൽ
ആ ഒരു ലെവലിൽ പോകുന്നല്ലാണ്ട് നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ പോലൊരു ഫുട്ബോളിംഗ് ഡെവലപ്പിംഗ് നേഷനിൽ യൂത്തിന് ഒരു പ്രയോറിറ്റി എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടും വേണ്ടതാണ്. അതിപ്പോൾ 1-2 ക്ലബ്ബുകൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. എല്ലാ ക്ലബ്ബുകളും അതിനൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇന്ത്യൻ ഫുട്ബോളിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, മുമ്പ് ISL സാലറി ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എടുത്തു കളഞ്ഞു എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. ആക്ച്വലി അതിനോട് ഞാൻ യോജിപ്പില്ല. കാരണം അത് ഈ പറഞ്ഞതുപോലെ ക്ലബ്സിനെയൊക്കെ ഒരു ബഡ്ജറ്റിൽ നിലനിർത്തിക്കൊണ്ടുപോയി മുന്നോട്ട് നയിക്കാനൊക്കെ ഒരു ഫാക്ടറായിരുന്നു. പക്ഷേ അത് പിന്നീട് ആ പല ക്ലബ്ബുകളും അതിൻ്റെ ലൂപ്പ് ഹോളുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നപ്പോഴാണെന്ന് തോന്നുന്നു അത് എടുത്തു കളയേണ്ട ഒരു സെറ്റപ്പ് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു FFP റൂളൊക്കെ ഇവിടെ വന്നാൽ നൈസായിരിക്കും. അതായത് ഫിനാൻഷ്യൽ ഫെയർ പേ പോളിസി പോലെയുള്ള. കാരണം ക്ലബ്ബുകൾക്ക് എത്ര ഇത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതിനോട് അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ക്ലബിനൊന്നും വലിയൊരു ഹ്യൂജ് ലോസോ അല്ലെങ്കിൽ ആ ഒരു ക്ലബ്ബ് ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് ഒന്നും പോകേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഒരു ഫാക്ടർ. ഞാൻ ഈ പറഞ്ഞതിനോടൊന്നും ഈ ക്ലബ്ബുകൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണ്ട എന്നുള്ളൊരു കാര്യമല്ല പറഞ്ഞത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തണം. അതിനോടൊപ്പം തന്നെ യൂത്ത് എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടി പോയി ഇത് ലിമിറ്റ് ചെയ്തിട്ട് അതിന് ലീഗ് സ്ട്രക്ചർ കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്ത് പോയിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് ലോസസ് എന്നുള്ള ലെവലിൽ നിന്ന് കുറച്ചെങ്കിലും ആ ഒരു പ്രോഫിറ്റബിൾ ബ്രേക്ക് ഇവൻ സിറ്റുവേഷനിലേക്കൊക്കെ ആദ്യമേ അവർ നയിക്കാൻ കാരണമായതിനെ. അതിന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ടോം ബയറിനെ പോലെയുള്ള എക്സ്പേർട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് സഹായകരമായതിനെ. അത് ഫ്യൂച്ചറിൽ എങ്കിലും അത് ചെയ്ത് അതൊരു മാറ്റം സൃഷ്ടിക്കാൻ ഉറപ്പായിട്ടും കഴിയണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ FFP കൊണ്ടുവരുന്നതിനെ പറ്റി അല്ലെങ്കിൽ ക്ലബ്ബ് ഓൺ ചെയ്യുന്നതിനെ പറ്റി ഇങ്ങനെയുള്ള പല വിഷയങ്ങളൊക്കെ ഇനി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ സൈനിങ്